ഹായ്. ഹലോ. എന്താണ് വിശേഷങ്ങള്? എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്. ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു രാവിലെ എണീച്ച് ചായക്ക് വേണ്ടി യമുന അടുത്ത് നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു നോർമൽ ലൈഫിൽ തിരിച്ചു വന്ന മാതിരി. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചിലപ്പോ പോകുമ്പോ ബാത്റൂമിന് വേണ്ടി ഭയങ്കര ക്യൂ ഒക്കെ ഉണ്ടാവും. അത് നേരത്തെ നമ്മൾ സെക്കൻഡ് ക്ലാസ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമില്. അപ്പൊ ആ ലൈനിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ബിഗ് ബോസിന് വീട്ടിന് പുറത്ത് വന്നപ്പോ അവിടെ 2 ബാത്റൂമേ ഉണ്ടായിരുന്നുള്ളൂ. 19 ആൾക്കാർ ഇല്ല. ഉപ്പ ബാക്ക് റിലാക്സ്ഡ് മാനറിൽ എല്ലാം ശരിയായി പോകണം. അതെ അതെ, ഗുഡ് ഗുഡ് ഗുഡ്. സോ സർ, നമുക്ക് ഇപ്പൊ മെയിൻ ട്രെൻഡിങ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ബിഗ് ബോസ്. വി ഓൾ നോ ഹൂ യു വർ. സാറിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ബിഗ് ബോസിൽ വന്നപ്പോ വി സോ ഡിഫറെന്റ് പേഴ്സൺ. ഓക്കെ, വാട്ട് ഐ വിൽ സേ പേഴ്സണലി ഇസ് ദാറ്റ് യു വർ സച്ച് എൻ എന്റർടൈനിങ് പേഴ്സൺ ഫോർ മീ ഇൻ ബിഗ് ബോസ്. ഓക്കെ, വാട്ട് ഡു യു ഹാവ് ടു സേ? ഇങ്ങനത്തെ കോമെന്റ്സ് കിട്ടാറുണ്ടോ ആഫ്റ്റർ ബിഗ് ബോസ്? I think എന്റെ ബേസിക് ജോബ് ഒരു എന്റർടൈനറിന്റെ തന്നെ. I've been always an entertainer in the film industry. ഹിന്ദി ആയിക്കോട്ടെ, മറാഠി ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ. മലയാളം of course I did one of my best roles in my career, ബ്രഹ്മരത്തില്. പക്ഷേ ഐ ഓൾവേസ് ബീൻ നോൺ ടു എന്റർടൈൻ. അപ്പൊ എനിക്ക് എന്റർടൈൻമെന്റ് ചെയ്യാനും ആൾക്കാരെ ചിരിപ്പിക്കാനും എനിക്ക് കുറെ ഇഷ്ടമാണ്. അപ്പൊ ഐ മാനേജ് ടു ഡു ദാറ്റ്. പക്ഷെ വെൻ ഐ കെയിം ബാക്ക് ഐ ഗോട്ട് എ സ്കൂൾഡിങ് ഫ്രം മൈ വൈഫ്. ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഒന്നും ചെയ്തില്ല, അതിനെ അവര് പുറത്താക്കിയത്. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയല്ലല്ലോ, ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു. അപ്പോ then a lot of things which I did in the house didn't come in the main episode. Exactly. നമ്മൾ 24/7 ഒക്കെ കാണുന്ന ആൾക്കാര് ഇപ്പൊ ഫ്രീ ടൈം കിട്ടുമ്പോ വാട്ട്സ് ലൈക് ലോട്ട് ഓഫ് പീപ്പിൾ ഹിയർ what they do is that just ബിഗ് ബോസ് വെച്ചിരിക്കും. ഇറ്റ് വിൽ റൺ ബിഹൈൻഡ്. വീട്ടില് ഇങ്ങനെ റൺ ബിഹൈൻഡ് ആണ്. അപ്പൊ ഫുൾ ടൈം ബിഗ് ബോസിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ദാറ്റ് വിൽ ബി ദ ട്രെൻഡിങ് ഫോർ 2-3 months right now, അല്ലെ? I think it's a great way to consume Big Boss. എന്ന് വെച്ചാൽ ഈ ഷോ ഭയങ്കര ഡിഫിക്കൽട്ടാ. അവിടെ ഉള്ളിൽ കയറുന്ന ആൾക്കാർക്ക് ഡിഫറെന്റ് മൈൻഡ് സെറ്റ് വേണം. ഞാൻ പോലെ വിചാരിക്കാണ്ട് ആലോചിക്കാണ്ട് എന്റെ ടെമ്പറും പോയി. ഇപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിൽ പോയിട്ട് ആരെ ഗെയിം കളിക്കണില്ല നമ്മുടെ മനസ്സിൽ തോന്നില്ല. ആ സമയത്ത് ഒരു ഇൻസ്റ്റന്റ് റിയാക്ഷനുമാണ്. അപ്പോ ഇറ്റ്സ് എന്താ പറയാ, ഒരു ഫോറസ്റ്റ് ബിഗ് ബോസ് വിത്ത് ലോട്ട് ഓഫ് ആനിമൽസ് ഇൻസൈഡ്. സർ, ഭ്രമരത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, എന്താ പറയാ, ലാലേട്ടനും സാറും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ 15 years യു ഗൈസ് ആർ ഒരുമിച്ച് വീണ്ടും ഒരു സ്റ്റേജിൽ വരുമ്പോ ഇറ്റ് വാസ് റിയലി ത്രില്ലിംഗ് ഫോർ അസ്. ഞാൻ സത്യത്തില് അണ്ണാരെ കണ്ടാവ ആ പാട്ടൊക്കെ ഇങ്ങനെ പാടി. അപ്പൊ ഈ ഒരു റീയൂണിയൻ എങ്ങനെയായിരുന്നു സർ, മോഹൻലാൽ സാറിനെ പിന്നീട് കണ്ടപ്പോ? ഐ തിങ്ക് ലാലേട്ടൻ കുറെ ഒരു എന്താ പറയാ റെസ്പെക്റ്റും എഫെക്ഷന്റെ കൂടെ എന്നെ ഗ്രീറ്റ് ചെയ്തു സ്റ്റാർട്ടിങ്ങിനെല്ലാം കണ്ടപ്പോ. അപ്പൊ ഞാൻ കുറച്ച് ആസ് യൂഷ്വൽ ലാലേട്ടനെ കാണുമ്പോൾ എപ്പോഴും നെർവസ് ആയി പോകും. ഈവൻ ഫസ്റ്റ് 3 days ഓഫ് ഷൂട്ടിംഗ് ഓഫ് ബ്രഹ്മരം എനിക്ക് ഭയങ്കര നെർവസ്നെസ് ഉണ്ടായിരുന്നു. അവരൊരു ലെജൻഡ് ആണ്. അവരുടെ പെർഫോമൻസസ് പറഞ്ഞ് കാണുമ്പോൾ നമ്മൾക്ക് തോന്നും, അയ്യോ എന്തൊരു പെർഫോമർ ആണ്. പക്ഷെ ഈ സോ സിമ്പിൾ ഇൻ റിയൽ ലൈഫ്. ആൻഡ് ഈ പെർഫോം ചെയ്യുമ്പോഴും അവരൊരു കാൽക്കുലേറ്റീവ് മെത്തേഡിലാണ്, ഒരു സിംപ്ലിസിറ്റി ഇൻ പെർഫോമിങ്. അത് അവരെ പഠിപ്പിച്ചു തന്നു എനിക്ക് ഷൂട്ടിംഗ് ബ്രഹ്മരം. ആ സമയത്ത് അവര് 15 കൊല്ലം ടച്ച് ഇല്ലാണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ സഡൻലി ഒരു ഷോന് വേണ്ടി അവിടെ നിൽക്കുമ്പോൾ അവരെ കാണുമ്പോൾ എനിക്ക് ആ സെയിം നെർവസ്നെസ് തോന്നി വാട്ട് ഐ ഫെൽറ്റ് 15 years ബാക്ക് അവരുടെ കൂടെ ഫസ്റ്റ് സീൻ ചെയ്യുമ്പോ. പക്ഷെ he was wonderful and I think we need to catch up. That's what I told him and he also told me when I was evicted, we'll catch up soon എന്ന് പറഞ്ഞു. അപ്പൊ I'm looking forward to catching up. And ഹിന്ദിയിൽ പറയില്ലേ മസേദാർ കഹാനിയ, lot of funny stories ഷെയർ ചെയ്യാനുണ്ട്. അതെ അതെ, നമ്മൾ ഹിന്ദി ബിഗ് ബോസ് ആയാലും തമിഴ്, തെലുഗു, ഏത് ഭാഷയിലാണെങ്കിലും ലോട്ട് ഓഫ് സീസൺസ് വന്നിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ 6th season ആണ്. ലോട്ട് ഓഫ് പീപ്പിൾ സേ ദാറ്റ് ഇറ്റ്സ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയാറുണ്ട്. ഓക്കെ, സ്ക്രിപ്റ്റഡ് ആണ്, ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോ അവര് എവിക്ഷൻ വോട്ടുകളൊക്കെ നമ്മൾ ഓഡിയൻസിന്റെ അല്ല എന്നൊക്കെ ഒരുപാട് റൂമേഴ്സ് കേട്ടിട്ടുണ്ട്. സോ വാട്ട് ഡു യു ഹാവ് ടു സേ ദി ഓഡിയൻസ് അബൌട്ട് ദാറ്റ്? Honestly, ഞാനും was one of the audiences before I went in. ഞാൻ എപ്പോഴും പറയും ഹിന്ദി ബിഗ് ബോസ് ഇതെല്ലാം സ്ക്രിപ്റ്റ് ഇതെല്ലാം ഇതിൽ ആരാ ഷണ്ട ചെയ്യാൻ പോണത്, ആരും ചെയ്യില്ല. ദിസ് ഇസ് ഓൾ നോൺസെൻസ്. നാഷണൽ ടെലിവിഷൻ ഹു വാണ്ട്സ് ടു ഫൈറ്റ് ലൈക്ക് ദിസ് ആൻഡ് പുട്ട് their career and their character down, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു.
എന്റെയും ഒരു കോൺസ്പിറസി തിയറി നടക്കണ്ടായിരുന്നു ഫസ്റ്റ് ഡേ വീട്ടിൽ കയറിയപ്പോഴും. ഐ തിങ്ക് വിതിൻ 3 hours ഓഫ് ബീങ് ഇൻസൈഡ് ദ ഹൗസ് ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി പോയി. ഇറ്റ് ഈസ് നോട്ട് സ്ക്രിപ്റ്റഡ്. ഒരു പ്ലാനിങ് ഇല്ല. യെസ്, ചില കണ്ടസ്റ്റൻസ് ആ ഷോ നല്ലോണം ഒബ്സർവ് ചെയ്ത് വന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ സ്ക്രിപ്റ്റ് ഒന്നുമില്ല. ആരും ഉള്ളിൽ വന്നിട്ട് നമ്മുടെ കൂടെ സംസാരിക്കില്ല. എന്റെ ആദ്യത്തെ തിയറി ആയിരുന്നു ഇവര് ഓരോരോ ഷോട്ടിങ്ങിന് എടുക്കും, അത് കഴിഞ്ഞിട്ട് അവര് വന്നിട്ട് പറയും, അരെ മോനെ നിങ്ങൾ ചെയ്തത് ശരിയല്ല, യു ഷുഡ് ഡു ലൈക്ക് ദാറ്റ്, അഭി തോടാ യു ഷുഡ് ബി ആംഗ്രി, നൗ യു ഷുഡ് ഫൈറ്റ്. അങ്ങനെ ഒന്നുമില്ല. യു ആർ ഓൾ ഓൺ യുവർ ഓൺ. അത് ലോക്ക് ചെയ്ത വാതില് അത് തുറക്കില്ല ടിൽ ദ ടൈം ഓഫ് എവിക്ഷൻ ഓർ ഫിനാലെ. അതുവരെ ഉള്ളിൽ എന്താ പറയാ, ഒരു ഞാൻ ഉള്ളിൽ കയറിയപ്പോ ആദ്യത്തെ ആളെ കാണുന്നത് അർജുനെ കാണുമ്പോ എനിക്കൊരു ആരും അറിയില്ലല്ലോ അവിടെ. ഐ ഡിഡ്ന്റ് നോ എനിവൺ. എനിക്കൊരു വിചാരം, ശരി മേ ബി അവര് വന്നിട്ട് എന്തെങ്കിലും പറയും, ബിഗ് ബോസ് മേ ബി അനൗൺസ് ചെയ്യുമോ. ഒന്നുമില്ല. യു ഹാവ് ടു ഫൈൻഡ് യുവർ വേ, യു ഹാവ് ടു ടോക്ക് ടു പീപ്പിൾ. ബാത്റൂമിന്റെ ഉള്ളിൽ കയറി വേഗം ടവലൊക്കെ എടുക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ടവല് എങ്ങനെ സേവ് ചെയ്യുക, ടൂത്ത് ബ്രഷ് എവിടെ വെക്കുക, ഓരോരോ സാധനങ്ങള് യു സ്റ്റാർട്ട് ലേണിംഗ്. ഒരു ഓൾമോസ്റ്റ് ആസ് ഇഫ് ഒരു സ്ഥലത്തിൽ നിങ്ങൾ പോയിട്ടുണ്ട്, ഈ സ്ഥലത്തിൽ പിക്നിക് അല്ല, പക്ഷെ പിക്നിക് ആണ്. സ്ട്രേഞ്ച് പീപ്പിളിന്റെ കൂടെ അങ്ങനെയാ. പിന്നെ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ വായിച്ചിട്ടുണ്ട്, കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ റിയാക്ഷൻ സമയത്ത് എന്താ റിയാക്ട് ചെയ്യാൻ നമ്മൾക്ക് പോലെ പറയാൻ പറ്റില്ല. സോ വി ആർ സീയിങ് ഓൾസോ നൗ റീസെന്റ് എപ്പിസോഡ്സ് എനിക്ക് കാണാൻ സമയം കിട്ടിയില്ല. പക്ഷെ ഇന്ന് രാവിലെ കുറച്ച് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഞാൻ നന്നായി ഞാൻ പുറത്തിറങ്ങുന്നോട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. Yes, exactly. Sir, actually പറയുകയാണെങ്കിൽ let me start from the first episode മുതല്. Your first thing എൻ്റെ ഒരു അഭിപ്രായത്തില് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it was okay. He is a very genuine person. കാണുമ്പോ തന്നെ അയ്യോ ഒരു വി ഓൾ നോ ഹിം ത്രൂ ഭ്രമരം, പക്ഷെ എന്നാൽ പോലും അതുപോലെ തന്നെ കോമഡീസ് ആൻഡ് ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, സാറ് വരുമ്പോ എന്തായാലും സാർ ഒരു കാം പേഴ്സൺ ആയിരിക്കും, ഫൈറ്റ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാൻ പോവില്ല, പെട്ടെന്ന് സങ്കടം വരില്ല എന്നൊക്കെ വിചാരിച്ചു. You made it in different way, but you were really calm in the first week, I guess. No? പക്ഷേ പെട്ടെന്ന് രതീഷിന്റെ അടുത്ത് that thing came, no? What was that thing, sir? What? Okay, നമ്മ സാർ പറഞ്ഞു സ്ക്രിപ്റ്റഡ് ആണ്, കേറി സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കേറിയപ്പോ ഡിഫറെന്റ് തിങ്. അപ്പൊ ഇങ്ങനെ ഒരാൾ പേഴ്സണലി പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് വാട്ട് വാസ് ദാറ്റ് തിങ് ഇൻ യുവർ മൈൻഡ് ആ സമയത്ത്? ഞാൻ ഉള്ളിൽ കയറുമ്പോ എനിക്ക് കുറെ വാർണിംഗ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രം മൈ വൈഫ്. അവിടെ അതിൽ കയറി ഷണ്ട കൂടണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അവര് പറഞ്ഞ ഷണ്ട കൂടിയിട്ട് വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, വെറുതെ ഇങ്ങനെ ആലോചിച്ചിട്ട് പോകണ്ട, ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. അവര് ഭയങ്കര വലിയൊരു ഫാനാ. അപ്പൊ അവരുടെ മനസ്സിൽ ഈ സ്ക്രിപ്റ്റഡ് ഒന്നും ഇല്ല, നോഷൻ ഒന്നും ഇല്ല. ഷീ ഈസ് ഓൾസോ ഫ്രം ദ ഇൻഡസ്ട്രി. പക്ഷെ അത് കാണുമ്പോ എപ്പോഴും പറയും, ദിസ് ഇസ് നോട്ട് സ്ക്രിപ്റ്റഡ്, ദ വേ ദേ ടോക്കിംഗ് ഇസ് നെവർ സ്ക്രിപ്റ്റഡ്. So you don't get into any fights, don't get triggered by anyone. കുറെ അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടതാ. കയറിയപ്പോ രതീഷ് സ്റ്റാർട്ടിങ് മുതലേ ഒരു ഫൈറ്റ് തുടങ്ങി. ആദ്യത്തെ ദിവസം ജാൻമണിയുടെ കൂടെ ഗ്യാസിൽ ലൈറ്റ് ചെയ്യാൻ പാടില്ല സിഗരറ്റ്, നമ്മളിത് കുക്കിംഗ് ചെയ്യണ സാധനം. അപ്പൊ ഞാൻ ഇത്ര ചെറിയ കാര്യത്തിന് ആരെയും ഫൈറ്റ് ചെയ്യുമെന്ന് എന്റെ മനസ്സിലങ്ങ് നടക്കുകയായിരുന്നു. പിന്നെ അതിനെ കുറച്ച് എടുത്ത് കുറെ വലുതാക്കിയിട്ട് എന്തൊക്കെയൊക്കെ പറയാൻ തുടങ്ങി ജാൻമണിയുടെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനും പോയി വലിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ എന്താ എന്റെ അടുത്ത് വരാത്ത ഷണ്ട കൂടാൻ, അങ്ങനെ അത് കമന്റ് അടിച്ച് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഡേ ഐ തിങ്ക് ജാൻമണി പോയി ഇങ്ങനെ പിന്നെ പറഞ്ഞ ആഗ്രഹിച്ചപ്പോ ഈ മേഡ് ദാറ്റ് ഇൻ ടു എ ബിഗ് ഇഷ്യൂ. ഞാൻ ഇൻവോൾവ് ആയില്ല ആ സമയത്ത്. ഞാൻ മിണ്ടാതിന് നോക്കിയായിരുന്നു, ഇത് എന്താ ഇങ്ങനെ നിലവിളിക്കുമോ. അപ്പോഴും അവിടെ പോയിട്ട് ഞാൻ കുറച്ച് ജസ്റ്റ് റാൻഡംലി ഞാനൊരു നിലവിളിക്കാനൊക്കെ തുടങ്ങി, ജസ്റ്റ് ടു ടേക്ക് അറ്റൻഷൻ അവേ ഫ്രം ദാറ്റ്. പക്ഷെ ഇറ്റ് ഡിഡ്ന്റ് വർക്ക്. അന്ന് വൈകുന്നേരം ഇയാള് അവനോന്റെ ബയോപിക് എന്റെ അടുത്ത് ഒരു ദിവസം വരുന്ന സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയുമ്പോ അയാളുടെ കണ്ണിൽ ഇങ്ങനെ ടീയേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സെക്കൻഡ് ഡേ അവന്റെ ബയോപിക് പറയുമ്പോ ഭയങ്കര കരച്ചിൽ, കണ്ണൊക്കെ ഇങ്ങനെ ചോപ്പായിട്ട് വരുന്നു. പിന്നെ ഒരു സ്ഥലത്ത് ഹി ഗോട്ട് സ്റ്റക്ക് ആൻഡ് ഹി വാസ് നെവർ able to complete his whole story. And then he was playing on the emotional side. Audiences ഇമോഷണൽ ആക്കിയിട്ട് നമ്മൾ അവരുടെ വോട്ട് എടുക്കാൻ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ രാത്രി ഇയാള് ബാത്റൂമിൽ കയറിയ ഞാനും ഗബ്രിയും കൊണ്ട് കയറിയപ്പോ ഈ ട്രൈ ടു ഹഗ് ബോത്ത് ഓഫ് അസ്. അപ്പോ ഈ ഹഗ് മീ. പിന്നെ ഹഗ് ചെയ്തിട്ട് അവനെ കൊണ്ട് ഫേസ് എന്റെ ഈ ഷർട്ടിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തു. എനിക്കത് ദേഷ്യമായി, എനിക്കത് ഇഷ്ടമായില്ല. എന്നു വെച്ചാൽ വൺ ഡേ ബിഫോർ ഞാൻ ആക്ടിവിറ്റി ചെയ്തപ്പോ അസ്ട്രോളജറിന്റെ
he came and kissed me on my cheek and hugged me and all. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ നിങ്ങളുടെ ഭാര്യയും മക്കൾക്ക് വിരോധമില്ലേ? ജാൻമണി വന്ന് ഇങ്ങനെ പിടിച്ചപ്പോ നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വന്നു, ഇതൊക്കെ ആണെന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിരോധമില്ലേന്ന്. അപ്പോ ഇയാളങ്ങനെ വെളിച്ചപ്പാടിന്റെ മാതിരി ഇങ്ങനെയൊക്കെ തുടങ്ങി അവിടെ ഡ്രാമ. ആ പിറ്റേ ദിവസം I just went and told him, I don't like you to hug me and just stay away. അത്രേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇയാൾ തുള്ളിച്ചാടൽ തുടങ്ങി, ഇയാൾ വെളിച്ചപ്പാടത്തി മതി, അയ്യോ ഇത് പറ്റില്ല അത് പറ്റില്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്റെ മലയാളം അത്ര സ്ട്രോങ് അല്ല, രതീഷിന്റെ മലയാളം ഭയങ്കര സ്ട്രോങ്. കുറെ വേർഡ്സ് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ അത് പിടിച്ചു നിൽക്കണം, ഇതിന്റെ അർത്ഥം അങ്ങനെ പെട്ടെന്നായിട്ട് ആൾക്കാരോട് ചോദിക്കാനും പറ്റില്ല. അപ്പൊ I just told him പോടാ, അത് വിട്ടയച്ചു. പിന്നെ നമ്മൾ പോയിട്ട് എന്തെങ്കിലും ജാസ്തി ചെയ്യേണ്ട, ഇയാളുടെ അടുത്ത് സംസാരിക്കാനെന്ന് വിചാരിച്ചു. അത് അങ്ങനെ മൗനവ്രതമൊക്കെ എടുത്ത് ഇയാളുടെ അടുത്ത് ജാസ്തി ഇന്ററാക്ഷൻ ഒന്നും ഇല്ല, അങ്ങനെ ആക്കി വെച്ചു. പക്ഷെ സെക്കൻഡ് ഡേ വന്നിട്ട് ഇയാള് സോറി സുരേഷ് ഏട്ടാ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എനിക്ക്, ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കില്ല, ഞാൻ എന്ത് പറഞ്ഞ നിങ്ങളുടെ അടുത്ത്, പ്ലീസ് ഡോണ്ട് ടച്ച് മീ. അത് നിങ്ങൾ കേൾക്കാത്ത സമയത്ത് ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് ചോദിച്ചു, ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് രതീഷിന്റെ അത് I want to make a complaint. So I made that very clear that this is not the right thing to do. All the private space where forget everything. See, I've played lot of gay roles in my career in Hindi films. Some of them are very memorable, and I've got a lot of gay friends. I respect them and love them a lot. And though if there were opportunity, if they felt bad that I've acted like them, I want to tell them I'm sorry for that, but I've done only good imitation. I'm a great mimic and I imitated you very well. And I never meant to hurt. And all my characters in films, my TV shows, those characters were strong. ഞാൻ ഇങ്ങനെ വെറുതെ റൂഷും എക്സ്ട്രാ ലിപ്സ്റ്റിക് ഒന്നും ഇട്ട് ചെയ്തിട്ടില്ല. വാട്ട് എവർ ക്യാരക്ടർ ദാറ്റ് ഇറ്റ് വാസ് എ സ്ട്രോങ് ക്യാരക്ടർ. അപ്പൊ എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട്, അവരുടെ അടുത്തൊരു റെസ്പെക്ട് ഉണ്ട്, എന്റെ കുറെ ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ ആ സമയത്ത് ഇയാൾ സോറി പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മുതൽ അൻസിബിന്റെ അടുത്ത് പോയി പറഞ്ഞു ഇയാളുടെ മനസ്സൊരു ഫീമെയിൽ മൈൻഡാണ്. ജിൻറ്റോന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇയാളുടെ മനസ്സൊരു ഫീമെയിൽ മൈൻഡാണ്. അങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ അത് കേട്ടു. അപ്പൊ I felt ഒരു ദിവസം മുമ്പ് സോറി പറഞ്ഞ ആള് ആഫ്റ്റർ അഡ്മിറ്റിംഗ് ഹിസ് മിസ്റ്റേക്ക് ഈസ് ഗോയിങ് ആൻഡ് ടെലിംഗ് പീപ്പിൾ ഇയാൾ എന്റെ പിന്നാമ്പറത്ത് വരുമ്പോ എനിക്ക് പേടിയാ, ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കേണ്ട, എന്നെ ഇങ്ങനെയൊക്കെ നോക്കണ്ടെന്നൊക്കെ, മനസ്സിലൊരു ഫീമെയിൽ മൈൻഡാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കോംപ്ലിമെന്റ് അല്ല, അർദ്ധനാരീശ്വരി എന്ന് പറഞ്ഞിട്ട് ശിവനും പാർവതിയും കൂടെ ആയിരിക്കും അയാൾ എന്നെ കാണുന്ന മനസ്സിൽ വിചാരിച്ചു. പക്ഷെ ഒന്നും പറഞ്ഞില്ല. I didn't fight with him. പക്ഷെ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഒരു സോറി എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ പറയണത് തെറ്റാ അതും കൂടിയല്ല. ഒരു ആള് അയാളുടെ മനസ്സിൽ അയാൾ വിചാരിക്കണോ, ഇയാളുടെ കുറച്ച് ഇങ്ങനെ എഫെമിനറ്റ് ആണ്, മനസ്സിലയാൾ വെച്ചിട്ട് പിന്നെ അയാളെ പോയി കട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര തെറ്റായി പോയില്ലേ. അപ്പൊ സ്ട്രേറ്റ് മോളസ്റ്റേഷന്റെ കേസ് എന്റെ മനസ്സിൽ വന്ന I said okay, I'll address this later. പക്ഷെ അന്ന് രാത്രി അർജുൻ നോമിനേറ്റഡ് ഹിം ടു ഗോ ടു ദ ജയിൽ. അപ്പോ ഇയാൾക്ക് പിന്നെ അർജുന്റെ റീസൺ ആയിരുന്നു ജാൻമോണിയുടെ അടുത്ത് ഭയങ്കര വഷളായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അത് ശരിയായിട്ടില്ലാന്ന്. അപ്പൊ ഇയാളുടെ ദേഷ്യത്തിൽ അയാൾ പറഞ്ഞു പോയി സുരേഷിനെ പറ്റി ഞാൻ ഇത് പറഞ്ഞു, അയാളുടെ മനസ്സ് ഇങ്ങനെ എഫെമിനേറ്റ്, ഞാൻ എന്ത് ചെയ്യാം, അയാളെ എന്നെ പിന്നാമ്പറത്ത് പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് കട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, ഞാൻ വന്ന് ഉമ്മ വെച്ചിട്ടൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടല്ലോ ടച്ച് ചെയ്യണ്ട, പിന്നെ അതിനൊരു ചാൻസ് കൊടുത്തു, I forgave you also. പിന്നെ ആ ദിവസം നിങ്ങൾ എവിടെയൊക്കെ പോകണ്ടായിരുന്നു വെറുതെ അനാവശ്യം യുദ്ധം ചെയ്യാൻ വേണ്ടി, അവിടെ വന്നിട്ട് കോമഡി ചെയ്യായിരുന്നു. അപ്പൊ ഇയാള് ക്യാമറയും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ എത്ര പ്രാവശ്യം പറയും സുരേഷ് ഏട്ടൻ എന്നെ ചിരിപ്പിക്കല്ലേന്ന്. നെക്സ്റ്റ് ഡേ ഒരു ആൾ ഇങ്ങനെ പോയി സംസാരിച്ചിട്ട് ആ ദിവസം രാത്രി ഇങ്ങനെ പറയാമോ, അപ്പൊ എന്റെ ടെമ്പർ ആവുന്ന പട്ടന് പോയി. ഇയാള് ശരിയല്ല. I gave it to him. See, I am very calm. I am a happy-go-lucky person. പക്ഷേ when somebody does something wrong, extremely wrong, I will stand and fight. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. പിന്നെ അവരുടെ വെപ്പനായിരുന്നു പ്രായമുള്ള ആളാണ്. അത് എന്ത് പ്രായം, ഇൻഡസ്ട്രിയിൽ വന്ന ആൾക്കാർ പ്രായമൊക്കെ പറഞ്ഞാൽ they don't deserve to be in the industry. പുറത്താക്കണം നേരെ. Because the age is just a number നമ്മളുടെ ലൈനിൽ. We all know that, you know. So even today our heroes, a lot of them are still heroes after in their 70s. അപ്പൊ നിങ്ങൾ പ്രായമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ ജോലി എടുക്കേണ്ട ആവശ്യമേ ഇല്ല. And lot of people in the house they try to എന്റെ അടുത്ത് പറഞ്ഞു, അയ്യോ സുരേഷ് ഏട്ടാ അങ്ങനെ ചെയ്യലേ, അടിച്ചു വാരലേ, എന്താണ് നമ്മുടെ ശരണ്യം ശ്രീതും അവർ കുറെ പ്രാവശ്യം ആ ഒരു നമ്പർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവരായിരുന്നു ഇൻഫാക്ട് മോർ കുറച്ചിങ്ങനെ അയ്യോ സുരേഷ് ഏട്ടാ മുതുകു പോയി, കാര്യം ശരിയാകില്ല എനിക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ സപ്പോസിറ്റ്ലി യങ്ങർ. പക്ഷെ രതീഷിന്റെ കാര്യത്തിൽ I was very upset.
I gave it back. I do not regret. സത്യം എന്താണ് അത് തന്നെ ഞാൻ ഇപ്പോഴും ഐ സ്റ്റാൻഡ് ബൈ വാട്ട് ഐ ഡിഡ് വാട്ട് ഐ സെഡ് ദാറ്റ് ഡേ. ഓണസ്റ്റ്ലി റോക്കിന്റെ ഇടിയുടെ മുമ്പ് എന്റെ ചിലപ്പോ ഇടിയായിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. ഐ തിങ്ക് നമ്മൾ കുറെ വാക്കുകൾ കേൾക്കുന്നുണ്ട്. സ്ട്രാറ്റജി, അതുപോലെ തന്നെ ഗ്രൂപ്പിസം, ലോട്ട് ഓഫ് Correct. തിങ്സ് ലൈക്ക് ദിസ് വി ഹിയർ ഫ്രം ബിഗ് ബോസ്. ബിഗ് ബോസിൽ നിന്നാണ് നമ്മൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നത്. സോ സുരേഷ് ചേട്ടനും അതുപോലെ തന്നെ രതീഷും തമ്മിലുള്ള ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത് ഇൻ ദ ഫസ്റ്റ് വീക്ക് ഇറ്റ് സെൽഫ്. Definitely it is, do you think that he have targeted you or, സ്ട്രാറ്റജി ആയിരുന്നു, എന്തായാലും ഒരാളെ പുറത്താക്കാനുള്ള ഒരു സംഭവം ആണെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ടു കം ആഫ്റ്റർ മീ ലൈക്ക് ദിസ്. പക്ഷേ മറ്റേ if there were 19 I was the 19th, imagine 18 people, no, 17 of them really loved me. I got along very well with them, whatever issues were there, but still ഒരു നല്ലൊരു ചാറ്റ് ആയിരുന്നു. അർജുൻ പോലെ, റോക്കി ആൻഡ് മീ ഗോട്ട് അലോങ് വെരി വെൽ. ഋഷി ആൻഡ് മീ ഗോട്ട് അലോങ് വെരി വെൽ. ഋഷി ഇൻഫാക്ട് നമ്മളൊരു അവിടെ ഇൻഫാക്ട് ഒരു ചെറിയൊരു സീരീസിനെ പറ്റി ആലോചിച്ചു. ബിഗ് ബോസിന്റെ വീട്ടിൽ നമ്മൾ ഇരിക്കുന്ന ഒരു ദിവസം ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് എല്ലാം സ്റ്റോപ്പ് ആയിട്ടുണ്ട്. Then we realized there is a zombie attack in the world. പുറത്ത് ആൾക്കാരെല്ലാം പോയിരിക്കുക, നമ്മൾ മാത്രം ബിഗ് ബോസിന്റെ വീട്ടിൽ നമ്മൾക്ക് അറിയില്ല പുറത്തെന്താ. അങ്ങനെയൊക്കെ വി വർ ടോക്കിംഗ് ലോട്ട് ഓഫ് ക്രിയേറ്റീവ് തിങ്സ്, ലോട്ട് ഓഫ് ഹാപ്പി തിങ്സ്. റോക്കിന്റെ കൂടെ ഇറ്റ് വാസ് ഓൾവേസ് അബൌട്ട് ലക്ഷറി ബിഗ് ബോസ് ഉണ്ടാക്കണം, ടാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആൾക്കാരുണ്ടാവും. ഇറ്റ് ഷുഡ് ബി കോൾഡ് ബിഗ് ബോസ്, പ്ലാനറ്റ് ബിഗ് ബോസ്, അങ്ങനെയൊക്കെ കുറെ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു. റോക്കി ഭയങ്കര സ്റ്റൈലിഷ് ആണ്. റോക്കിന്റെ അടുത്ത് സംസാരിച്ചു, റോക്കിന്റെ അടുത്ത് നമ്മളൊരു സിനിമ സീനൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ. വി കെപ്റ്റ് ഓൺ ടോക്കിംഗ്. സി, ചില നോൺസെൻസ് ടോക്സ് വർ ഹാപ്പനിങ്, പക്ഷെ മെയിൻലി ലോട്ട് ഓഫ് ചാറ്റ് വാസ് അബൌട്ട് എന്റർടൈൻമെന്റ്, അബൌട്ട് ഫൺ. ചില ആൾക്കാരുടെ സ്ട്രാറ്റജി നമ്മളിപ്പോ കാണുന്നുണ്ട്, ഹൗ ബാഡ്ലി ദേ ഫോളോയിങ് ഓൺ ദെയർ ഫേസ്. ഗ്രൂപ്പിസം ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഐ തിങ്ക് ഞാനുള്ള സമയത്ത് there was one group and there was Gabri and Jasmine. That's it. I wanted to come to that because നമ്മൾ എല്ലാവരും, sir, honestly we are having still confused state, I have to say. You know what they are. ഒരുപാട് നമ്മള് ഉള്ളിലത്തെ ഇന്നേറ്റ്സ് തന്നെ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. Still they are not figuring out what things are. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡില്, വിഷു എപ്പിസോഡില്, വെൻ ലാൽ സർ കെയിം, ഹി ഓൾസോ സെഡ് ദ സെയിം തിങ്, വേർ ഓഡിയൻസ് ആർ ഓൾസോ ഫീലിംഗ് കൺഫ്യൂസ്ഡ് അബൌട്ട് ഇറ്റ്. അപ്പോ ഇൻമേറ്റ്സിന് ഇത്രയും ഫീൽ ചെയ്യും, ലൈക്ക് ഓഡിയൻസിന് ഇത്രയും ഫീൽ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻമേറ്റ്സിന് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ വാട്ട് ഡു യു ഹാവ് ടു സേ അബൌട്ട് ദെയർ ഗ്രൂപ്പിസം? ആർ ദേ പ്ലേയിങ് ഇൻഡിവിജ്വലി or are they playing in a group, like both of them together? It is very confusing for me though. And it was not confusing at all. And always I tell my children, if I was an actor, I would have been a cop. Unfortunately, I got good set of years also. I heard them whisper, "Namalki love try ചെയ്താലോ എന്തൊക്കെയൊക്കെ they were talking, discussing." അതായത് ഞാൻ മനസ്സിലായിരുന്നത് ജസ്റ്റ് ജനറലി I was talking to her about ദൃശ്യം and all that stuff. അപ്പൊ ഈ രണ്ടുപേരും അവിടെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി, ഒരു ഹാപ്പി ഇങ്ങനെ മേടിച്ചിട്ട് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി, ഒരു ഓൾമോസ്റ്റ് ആസ് ഇഫ് ഒരു റാമ്പ് വാക്ക് ചെയ്യണ മാതിരി. അപ്പൊ ഞാൻ കുറെ ചിരിച്ചു. എന്റെ മൈൻഡ് ഞാൻ ആലോചിക്കുന്നത് ഹിന്ദിയില്, അരെ ഭായ് ബാപ് കെ സാമനെ മത് കറോ, ഡോണ്ട് ഡു ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് സംബഡി ഹു ഈസ് സോ എക്സ്പീരിയൻസ്ഡ്. ദാറ്റ് വാസ് ദ മീനിങ്. അപ്പോ ഞാൻ ഒന്നും പറഞ്ഞില്ല. I think the day ജാസ്മിന്റെ അച്ഛന് സുഖം ഇല്ല എന്ന് പറഞ്ഞ ന്യൂസ് വന്നപ്പോ when she did that whole thing, I honestly, എന്റെ ആലോചന എന്തായിരുന്നു അറിയോ, അവർക്കൊരു പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ദിവസം. It was about washing the dishes. Something she had done, power room in the, she was in the power room, but she got a punishment and she was supposed to wash the dishes. So of course Big Boss was involved, and so I couldn't ആ കേസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. എന്റെ ഐഡിയ എന്തായിരുന്നു, ഈ കുട്ടിക്കിപ്പോ ഈ ഡിഷ് വാഷിംഗ് ചെയ്യാൻ somehow she wanted to get out of it, dish wash ചെയ്യണ്ട അവര് മനസ്സിലായിരുന്നു. അപ്പൊ ഈ ന്യൂസ് വന്നു. Then I said no, you should never think like that. ആരുടെങ്കിലും അച്ഛനും അമ്മയും സുഖില്ലാണ്ടിരുന്ന ന്യൂസ് വന്നാല് we have to respect that. ഇതൊരു നുണയായിരിക്കില്ല, അത് ഷുവർ ആയിരുന്നു. അപ്പൊ we all calmed down and we went with our this. പക്ഷെ എന്തൊക്കെയോ ആയിട്ട് അന്ന് എന്തോ നമ്മൾ ബിഗ് ബോസും ഷാണ
ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളൊരു സ്കെച്ച് ഉണ്ടാക്കണം, രാത്രി എല്ലാവരും കൂടെ സ്കെച്ച് ഉണ്ടാക്കണം. സോ വി ഓൾ മേഡ് സ്കെച്ചസ് ആൻഡ് ഗബ്രീന്റെയും ജാസ്മിന്റെയും കുറെ പറയാ എന്താ പറയാ റെഫറൻസസ് വന്ന് ഗുഡ് സറ്റാരിക്കൽ സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജാസ്മിന്റെ ഫുൾ ഇമോഷണൽ ഡ്രാമ തുടങ്ങിയത്, കരച്ചിലും ഇതും അതും. റോക്കിന്റെ കൂടെ എന്തോ ഷണ്ടായി പോയിട്ട് ഞാൻ ഫുൾ ഇമോഷണൽ പോടാ ഇതൊക്കെ പറഞ്ഞ് കരയാൻ ഭയങ്കര സങ്കടമായിട്ട് ഇതൊക്കെ പോയിട്ട് ഗേബ്രിയൽ പുറത്തോട്ട് ഇരുന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇംഗ്ലീഷില്, യു ഹാഡ് പ്ലാൻഡ് ദിസ് അല്ലേ? അപ്പൊ പറഞ്ഞു യെസ് വി ഹാഡ്, കുറച്ച് നല്ലൊരു ഫ്രഞ്ച് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നോട്ട് എ കോൾ, ദ പ്ലാനിങ് ഫോർ മേക്കിംഗ് ദ ലവ് ആംഗിൾ. So they have planned it from outside itself or ഉള്ളില് വീട്ടിനുള്ളില് Oh. വീട്ടിനുള്ളിൽ ഞാൻ കേട്ടു ഇതിലെ പ്ലാനിങ്. അപ്പൊ നിങ്ങൾ ഡെലിബറേറ്റ്ലി അല്ലേ പ്ലാൻ ചെയ്ത്? ആ ഷോട്ട് ഉണ്ട്, ഞാനും അപ്സരി ഉണ്ടായിരുന്നു ആ സമയം. വി ആർ ഡെലിബറേറ്റ്ലി ഓൺലി ഡൺ ഇറ്റ്. ഇംഗ്ലീഷിലായിരുന്നു സംസാരിച്ചത്. ദാറ്റ്സ് വൈ യു ഓൾ വോണ്ട് സീ ഇറ്റ് ഇൻ ദി എപ്പിസോഡ്. പക്ഷെ ലൈവിൽ ഉണ്ടാവും. ആ സമയത്ത് ഈ സെറ്റ് നമ്മളെ പ്ലാൻ ചെയ്ത് അതിനെന്താ നമ്മൾ ഇതന്നെ അതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു. ആരെങ്കിലും പറയാൻ പറ്റും നമ്മളെന്താ പേരാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ അച്ഛനെ ഭയങ്കര സങ്കടമായി, അച്ഛൻ ഇതായി അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഈസ് നോട്ട് ഫീലിംഗ് വെൽ. എനിക്ക് പോയി കൈ പിടിച്ച് കുറച്ചു നേരം അങ്ങനെയൊക്കെ ഇമോഷണൽ കരച്ചിലൊക്കെ തുടങ്ങി. അപ്പൊ ഞാനും ഒരു നല്ല ആക്ടർ, ഞാനൊരു ഗാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. എനിക്ക് ഇങ്ങനെ ടീയേഴ്സ് ഒക്കെ കൊണ്ടുവരുന്ന അത് എന്തോ ഇങ്ങനെ ശരിയില്ലാതെ തോന്നി, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അപ്പോ ഐ ആസ്ക്ഡ് യു വൺ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിനെ അറിയാം, നമ്മൾ ബോംബെയിലല്ല ഡൽഹിയിലല്ല, അവിടെയും if you see a boy and a girl holding hands, talking always, അതുകൊണ്ട് each other's ലാപ്പിൽ കിടക്കണോ സംസാരിക്കണോ, ആൾക്കാർ അങ്ങനെ വിചാരിക്കും. ഇറ്റ്സ് വെരി നോർമൽ. എന്നുവെച്ചാൽ we are still not become that modern society, western society മാതിരി ആയിട്ടില്ല. എനിവേ ഇന്ത്യ പീപ്പിൾ സ്റ്റിൽ സേ ഇതിന് എന്തോ നടക്കുന്നുണ്ട്. സിറ്റീസ്, വലിയ സിറ്റീസിൽ നടക്കുന്ന തമിഴിലോ ഷാരെ ഇവരെ പിന്നെ അടുത്ത് പോകണം, അങ്ങനെ ആയിരിക്കും. ഇത് നാട്ടിലൊക്കെ ഡെഫിനറ്റ്ലി there is a culture, they will people watch, അവര് ഒബ്ജക്ടിഫൈ ചെയ്യും, അവര് അതിനെ ജഡ്ജ് ചെയ്യും, അവര് അതിനെ പറ്റി സംസാരിക്കും കൂടെ ചെയ്യും. ഇന്ന് ഞാൻ കണ്ടു ജാസ്മിന്റെ ബോയ് ഫ്രണ്ട് മതിയായി എന്നൊക്കെ പറഞ്ഞത് വിട്ടു. അങ്ങനെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു അവിടെ. He knew and he's saying എനിക്കറിയാം. പിന്നെ അറിയുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം? If you do not like the girl, why you holding her hand? Why, even if it's for a game strategy, അങ്ങനെ hold ചെയ്ത് you are giving wrong signals. അപ്പൊ അവരെന്ത് പറ്റി അറിയാം, അവര് മറന്നുപോയി ഓഡിയൻസാ കാണുന്നത്. അവരിത് ചെയ്യേണ്ടായിരുന്നത് ഫോർ ദ 18 people who are still there in the house. അത് അവരുടെ മീതെ ബൂമറാങ് ആയിപ്പോയി. Unfortunately, things like this should be dealt with lot of sensitivity. എന്നുവെച്ചാൽ it is about people falling in love, ഒരു റൊമാൻസ്. ആ റൊമാൻസിനെ സ്പോയിൽ ചെയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ. Whatever it is, don't make anything so planned and then itra എന്താ പറയാ ഡേർട്ടി ലിനന്റെ വാഷ് ആവുന്നപ്പോ ഈവൻ എനിക്ക് പുറത്തു വരണം ജാസ്മിന്റെ ഒരു ഡ്രാമ ഇല്ല. പക്ഷെ ലെറ്റ് മീ ടെൽ യു, അവർക്ക് വീട്ടിൽ പുറത്തു വരുന്ന ഒരു ആഗ്രഹവും ഇല്ല. എന്റെ വരെ ഞാൻ പറഞ്ഞിരുന്നു എവിടെയോ, ജാസ്മിനും ഈ കുട്ടി ഗബ്രിയും തല്ലി നിൽക്കുക വെച്ചാല് ഒരു കത്തി കൊടുത്തു ജാസ്മിന്റെ ഇവരെ കുത്തു എന്ന് പറഞ്ഞാൽ കുത്തും ഗെയിം ജയിക്കാൻ. മനസ്സിലായില്ലേ? സോ they have come only to play the game. മറ്റേത് whatever they are doing around it, full drama. And if you notice, every episode അവരെ ഒപ്പം പ്രധാനമായിട്ട് എല്ലാവരും മനസ്സിൽ നടക്കാൻ അവരെ പറ്റിയാ സംസാരിക്കണം. So they have succeeded in what they wanted to do. Sir, actually നമ്മള് ലവ് ആംഗിൾസ് ഒക്കെ ഡിഫറെന്റ് സീസൺസിലും ഡിഫറെന്റ് ലാംഗ്വേജസിലും കണ്ടിട്ടുണ്ട്. ഹിന്ദി ബിഗ് ബോസ് ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, ലവ് റൊമാൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ലോട്ട് ഓഫ് ദെം വർ ലൈക്ക് honest ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ളതായിരുന്നു. ലോട്ട് ഓഫ് തിങ്സ് വർ ആക്ച്വലി ഒരു ഗെയിം സ്ട്രാറ്റജി ഓൾസോ. In Malayalam Big Boss also we have seen Pearly and Srinij and all. They have come and we could see the pure love. And a lot of people have told, okay, ഇത് ശരിയാവില്ല, ഇത് അഭിനയമാണ്, സ്ട്രാറ്റജി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഫൈനലി ഇറ്റ് ഹാസ് ഹാപ്പൻ. പക്ഷെ where we are finding it difficult with here is that they are not calling themselves or admitting that they are in love or anything. So that is what is confusing, നമ്മളിപ്പം that is what is making, if they are saying that okay, coming to okay we are in love എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ that would be a genuine case, right? What do you think about that? If they are coming out in a genuine way saying that okay we are in love, what will your reaction be? I feel if they admit to that,
We are in love. We can't do without each other. I think that's the best possible thing for both of them. Exactly. Akshay, uh, being a city guy, I am slightly more cold-hearted. I still feel it's a big play drama. And then, see, people have fallen in love. People do fall in love. All of us have fallen in love. Namal career, when we fall in love, what sort of emotions are there? What sort of feelings are there? And it will always be in the eyes, candle and down. Whatever today's it has become very fast. It's all about swiping, Tinder, fast paced, more physical than before. പക്ഷെ എന്നാലും ആ കണ്ണില് eyes will never lie. And when you look into a person's eyes and the way the person looking to the other person's eyes, there is a difference. അതൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ ഇത് വെറുതെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ കുറച്ച് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി, പിന്നെ നമ്മളുടെ ഗെയിം കളിക്കാൻ വേണ്ടി, പിന്നെ obviously when you do a little bit of love angle inside the house, the camera will be on you, unfortunately. And they have realized that. Yeah. അപ്പോ കുറെ lot of contestants, I didn't know any one of them. എനിക്ക് ആരെയും അറിഞ്ഞില്ല. Some of them knew each other from Kerala, Yeah. or they were staying in Trivandrum, and they knew about each other's professions. I had come there with zero knowledge of anyone. That was the best thing, because I think ഒരു വേയില് ഞാൻ അവരുടെ കൂടെ ഒരു bonding ഉണ്ട് എൻ്റെ അടുത്ത്. I know എല്ലാവരും whoever has come out, I'm in touch with all of them. Nishana, Rocky, Yamuna, I've been talking to all the three of them. We have exchanged numbers also. അപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി I think that was the best thing. I enjoyed myself, and you as actors, performers, artists, radio jockeys, we all need to meet people, talk to them, know more about them, and make friends as we go along. And വേറെ ഒരു ഇൻഡസ്ട്രിയും നമ്മൾക്ക് ഈ ചാൻസ് തരില്ല. പക്ഷെ നമ്മളുടെ ഇൻഡസ്ട്രി, നമ്മളുടെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ഓൾവേസ് ഗിവ്സ് ദിസ് ചാൻസ്. ആൻഡ് ഫോർ ദാറ്റ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ബിഗ് ബോസ് ആൻഡ് ഏഷ്യാനെറ്റ്. വീട്ടിൽ കുറച്ച് ഒരു 2 ആഴ്ച അവിടെ ഇരുന്നില്ലേ, അതേ എനിക്ക് വേണ്ടി ഒരു ഭയങ്കരമായിട്ട് ഒരു സമ്മിറ്റ് ആയിരുന്നു. ക്ലൈംബിംഗ് ഹിമാലയൻ എവറസ്റ്റിൽ എത്തിയ മാതിരിയായിരുന്നു. ഞാൻ വിചാരിച്ചില്ല. ഐ തോട്ട് ഫസ്റ്റ് വീക്കിൽ ഞാൻ പുറത്തു പോകും. പക്ഷെ 2 ആഴ്ച അവിടെ ഇരുന്നതും, ഞാൻ 3rd വീക്ക് ഓൾസോ വാസ് റെഡി, പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ വൈഫ് ഞാൻ വീട്ടിലെത്തി പറഞ്ഞു, നിങ്ങളെ വോട്ട് ചെയ്തത് നിങ്ങളുടെ ടീമിലത്തെ ആൾക്കാരാ, ശരണ്യയും ശ്രീതും. വേറെ ആരെയും, സോ നൈസ്, വേറെ ആരും എന്നെ വോട്ട് ചെയ്തിട്ടില്ല. only Yeah. 2 votes I got. I was nomination. That's why അത് കാണുമ്പോൾ we know പ്രേക്ഷകർക്ക് എന്താ വേണ്ട. പ്രേക്ഷകൾ, unfortunately I mentioned this before also, ഓഡിയൻസിന് കിട്ടുന്ന മാതിരി, സോറി ഇത് ബെല്ലടിക്കുന്ന ഇവിടെ, That is fine. this shows how domesticated I am. പേടിയാവും ഒന്നും പറയാൻ. മറ്റേ ഭാര്യയുണ്ട്, മാരീഡ് പീപ്പിളിന്റെ വീട് ബിഗ് ബോസ് മാതിരി തന്നെ കേട്ടോ. ഞാൻ ഒന്നും പറയില്ല. Yeah. So അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾക്കൊരു എന്താ പറയാ, ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് അച്ചീവ്മെന്റ് ഫോർ ഷുവർ. Exactly. ഇതുവരെ Like, it is not easy, you know. നമുക്ക് കാണുന്നവർക്ക് തന്നെ ഇറ്റ് ഈസ് ഈസി ടു സേ ഫ്രം ഔട്ട്സൈഡ്, ഓക്കെ ദിസ് ഇസ് ഗുഡ്, അയ്യോ എന്താ അത് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ, ഇങ്ങനെ ചെയ്യാമായിരുന്നു. ബട്ട് വെൻ യു ആർ കമ്മിങ് ഇൻ ടു ഇറ്റ് ഓർ ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ് ഇസ് ദാറ്റ്സ് വെർ വി നോ ദാറ്റ് ഹൗ ഡിഫിക്കൽട്ട് ദാറ്റ് വിൽ ബി, നോ. കൂടുതൽ പുതുമയുള്ള വീഡിയോകൾക്കായി റേഡിയോ സിറ്റി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.